ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്തൊരു പ്രോഡക്റ്റിൻ്റെ ജെന്യുവിൻ ആയിട്ടുള്ളൊരു റിവ്യൂ പറയാൻ വേണ്ടിയാട്ടോ. അപ്പം ഈ പ്രോഡക്റ്റും ഏതൊക്കെയാണെന്ന് ഞാൻ പിന്നെ വഴിയെ പറയാം. പക്ഷേ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് 8ൻ്റെ അല്ല 16ൻ്റെ പണികൾ കിട്ടും. എനിക്കത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. പിന്നെ അതെങ്ങനെയാണ് കറക്റ്റ് വേയിൽ യൂസ് ചെയ്യുന്നതും എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പം അതിനു മുമ്പ് എൻ്റെ ചാനലായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേരെ, എന്നാൽ മാത്രമാണ് ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് ലാഗൊന്നും ചെയ്യിപ്പിക്കേണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ് ഏതാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അത് നമ്മുടെ ആൾഫ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ. ഇത് അത്യാവശ്യം വൈറലാക്കി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇപ്പോഴും അത്യാവശ്യം നല്ല വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ജെന്യുവൻ ആയിട്ടുള്ളൊരു റിവ്യൂ പറയാൻ വേണ്ടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയുന്നു എന്ന് പറഞ്ഞാൽ ആരും എന്നെ പൊങ്കാലി ഇടരുത്. ഇത് ഒരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഇത് ഞാൻ എൻ്റെ സ്വന്തം കാശുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹിച്ച് മേടിച്ച പ്രോഡക്റ്റാണ്. കാരണം ഈ കാലത്ത് ഇതുപോലുള്ള പ്രോഡക്റ്റിൻ്റെയൊക്കെ റിവ്യൂ ഇടുമ്പോൾ പൊങ്കാല കിട്ടുന്ന ഒരു സമയമാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും ചിലവർക്കൊക്കെ പൊങ്കാല കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഇതൊരു പെയ്ഡ് പ്രൊമോഷനല്ല. ആരും എൻ്റെ പൊങ്കാല ഇടാൻ വരണ്ട, ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞിരിക്കുന്നു. കാരണം ഇപ്പം എനിക്ക് ഈ പ്രൊമോഷനും ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ റിവ്യൂയിലോട്ട് പോകാം. കാരണം ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഒരു 5-6 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു കണ്ടിന്യൂസ് ഒരു 3 മാസം ഉപയോഗിച്ചു. അതിൽ ഫസ്റ്റത്തെ ഒരു മാസത്തിൽ ഒരാഴ്ചയിൽ എനിക്ക് കുറച്ച് മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടായി. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അതല്ല ഇപ്പം ഞാൻ പറയുന്നത് പ്രൊമോഷൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം ഞാൻ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഇടുന്നുണ്ടെങ്കിൽ ഞാനത് പെയ്ഡ് പ്രൊമോഷൻ ആണെങ്കിൽ എനിക്കത് ഇട്ടേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങിയിട്ടാണ് അവർ തരുന്ന ചിലർ സ്ക്രിപ്റ്റഡ് ഉണ്ട്, ചിലർ സ്ക്രിപ്റ്റഡ് ഇല്ല കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ ഈ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പറയണം. അപ്പം നിങ്ങൾ തന്നെ പറയും, ഇപ്പം ഞാൻ ഈ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, നിങ്ങളോട് ഞാനിത് വാങ്ങാൻ പറയുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. പിന്നെ നിങ്ങളുടെ സ്കിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റ് ആയിക്കോളൂ വാങ്ങി യൂസ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ പ്രൊമോഷൻ കണ്ടു അല്ലെങ്കിൽ വീഡിയോ കണ്ടു എന്നും പറഞ്ഞാൽ ആരും യൂസ് ചെയ്യാതിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞെന്നും പറഞ്ഞ് എനിക്ക് ഇനി പ്രൊമോഷൻസ് വരുമോ? എനിക്ക് നിലവിൽ പെയ്ഡ് പ്രൊമോഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് എനിക്കിനി വരുമോ ഇല്ലയോ എന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് വരാതിരിക്കുമോ എന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്ക് കുഴപ്പമില്ല. കാരണം എൻ്റെ ഒരു ജെന്യുവൻ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. നമ്മളിത് ഇപ്പം എനിക്കൊരു പ്രൊമോഷൻ വന്നു, അത് എനിക്ക് ഇടണം, അതെൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം എൻ്റെ ജോലിയാണിത്. അപ്പം ഞാനിത് ഇട്ടേ പറ്റുള്ളൂ. അതിനിപ്പം ഞാൻ ഇന്നൊരു പ്രോഡക്റ്റ്, ഇന്നൊരു ക്രീം സൺസ്ക്രീൻ ചോദിച്ചു, നാളെ ഞാൻ വേറെ സൺസ്ക്രീനിൻ്റെ പ്രൊമോഷന് വന്നു. കാരണം അത് അവരെനിക്ക് തരുന്നതാണ്. അപ്പോൾ എനിക്കിത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് റിവ്യൂ പറഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് ആവുമെന്ന് നിങ്ങളത് യൂസ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വീഡിയോ കണ്ടു എന്ന് പറഞ്ഞ് ആരും മേടിച്ചിട്ട് പൊങ്കാല ഇടാൻ വരരുത്. എനിക്ക് കൊള്ളത്തില്ലായിരുന്നു അല്ലെങ്കിൽ അവർക്ക് കൊള്ളത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൊള്ളുമെങ്കിൽ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എനിക്ക് അത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് പൊങ്കാല എനിക്ക് ഇതുവരെ അങ്ങനെ പൊങ്കാലകളൊന്നും വരാറില്ല. കാരണം ഞാൻ ഒരുപാട് ഇതുപോലെ പ്രോഡക്റ്റുകളൊന്നും റിവ്യൂ ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്കങ്ങനെ വരാറില്ല. ഇനി ഭാവിയിൽ റിവ്യൂ ചെയ്യാൻ അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പൊങ്കാലകൾ എന്തായാലും വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ടോപ്പിക് അതല്ല, നമുക്കിതിൻ്റെ റിവ്യൂ പറയാം. ആൾഫ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടറിൻ്റെ റിവ്യൂ പറയാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ 6 മാസമായി മേടിച്ചിട്ട് 3 മാസം യൂസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇതുപോലൊരു ബോട്ടിൽ വാങ്ങുന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ നെഗറ്റീവിലോട്ട് പോകുന്നില്ല, കുറച്ച് പോസിറ്റീവും കുറച്ച് കാര്യങ്ങളൊക്കെ പോവാം. അപ്പം ഇതാണ് നമ്മുടെ ബോട്ടിൽ. ഇത് അത്യാവശ്യം നല്ലൊരു ബോട്ടിലാട്ടോ. എനിക്ക് ഈ ബോട്ടിലിൻ്റെ ഒരു സ്റ്റൈലിങ്ങും കാര്യങ്ങളും ഇഷ്ടമാണ്. ഇതിൻ്റെ അകത്ത് ഇതുണ്ട് ഒരു പ്ലസ്, ഇങ്ങനൊരു ടക്ക് സംഭവമുണ്ട്. ഇത് ഓണും ഓഫാണ് കേട്ടോ. ഇതിലിപ്പോൾ ഞാനിത് ഓണാക്കി, ഇപ്പോൾ ഓണാണ് ഞാൻ ആക്കി വെച്ചേക്കണം കേട്ടോ. ഇത് ഇപ്പോൾ സ്പ്രേ ചെയ്തതുണ്ടോ, ഇത് സ്പ്രേ. ഇനി ഇത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഓഫ് ആവും. ഇത്രേ ഉള്ളൂ. ഇത് സ്പ്രേ ആവത്തില്ല, അവിടെ ജാമായി സ്റ്റക്കായി. ഇത് ബോട്ടിൽ അത്യാവശ്യം നല്ല സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ബോട്ടിൽ കാണാൻ അത്യാവശ്യം നമ്മൾ ഹാൻഡിൽ കൊണ്ടടക്കാനൊക്കെ പറ്റുന്നൊരു ഇതാണ്. അപ്പം ആ ബേസിലൊക്കെ നല്ല സംഭവമാണ്, അടിപൊളിയാണ്. ഇനിയിപ്പം നിങ്ങൾ ഈ ബോട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതിൻ്റെ പുറകിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും യൂസേജും പിന്നെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം നമ്മൾക്ക് അങ്ങനെ ദോഷകരമായിട്ടുള്ള സംഭവമൊന്നും ഞാൻ കണ്ടില്ല.
പിന്നെ ഫോർ എക്സ്റ്റേണൽ യൂസ് ആണ് പിന്നെ ഇതിൻ്റെ യൂസേജ്. ഇത് നമുക്ക് 3 രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മുടെ തലയിൽ ഒരു ചെറിയൊരു നനവൊക്കെ ഉണ്ടാവുമല്ലോ, ആ നനവിലൂടെ നമുക്ക് യൂസ് ചെയ്ത് നല്ലൊരു മസാജിങ്, ഇതിന് മസ്റ്റ് ഒരു മസാജിങ് നമ്മളെപ്പോഴും കൊടുക്കണം. എപ്പോൾ യൂസ് ചെയ്താലും നല്ലൊരു മസാജ് കൊടുക്കുക, നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ല ഹെൽപ്പ് ചെയ്യും. അതിപ്പം ചുമ്മാതാണ് നമ്മൾ കിടക്കാൻ നേരത്തൊന്ന് ജസ്റ്റ് മസാജ് ചെയ്തൊക്കെ കിടക്കുവാണെങ്കിൽ നല്ല അതിൻ്റെ ഒരു മാറ്റം നമുക്ക് വരും കേട്ടോ. അപ്പം അങ്ങനെ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ കുളി കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഓവർനൈറ്റ്, തലേ ദിവസം നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് തേച്ച് മസാജൊക്കെ ചെയ്ത് വെക്കുക, നമ്മൾ പിറ്റേ ദിവസം വാഷ് ചെയ്ത് കളയാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കുന്നതിന് ഒരു 1-2 മണിക്കൂർ മുമ്പ് അങ്ങനെ തേച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ജെൻറ്റിലായിട്ടുള്ള അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് കളയാം. അങ്ങനെയും ചെയ്യാം. ഇതിന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ലാത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുളി കഴിഞ്ഞ് ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ മേടിച്ചിട്ട് 1 മാസത്തിൽ ഒരാഴ്ച ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ തല വാഷ് ചെയ്യുന്നത് ട്വൈസാണ്. ഇന്ന് തല നനച്ചാൽ നാളെ തല നനയ്ക്കുക, അങ്ങനെയാണ്. അപ്പം ഞാൻ ഇന്ന് യൂസ് ചെയ്തു, ഞാൻ നാളെ ഇത് യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, പിന്നെ അടുത്ത ദിവസമാണ് നമ്മളിത് വാഷ് ചെയ്ത് കളയണം. അപ്പോൾ ഇത് ഇത്രയും ദിവസം, ഒരു ദിവസം നമ്മുടെ തലയിലിരുന്ന് പിന്നെ നമ്മൾ നനവോടെയാണ് ഇത് തേക്കുന്നത്, അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇത് അതിൻ്റെ അകത്തിരുന്ന് നമുക്ക് ഡാൻഡ്രഫ് കൂടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. എനിക്ക് കൂടി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനെ യൂസ് ചെയ്തപ്പം കൂടി. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇത് കുളിച്ച് കഴിഞ്ഞ ഉടനെ തേച്ച് മസാജ് ചെയ്ത് കുളിക്കുക. പിന്നെ നിങ്ങൾ ഡെയിലി കുളിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും, പിറ്റേ ദിവസം നിങ്ങൾ വാഷ് ചെയ്തോളൂ. ഞാൻ ഡെയിലി അങ്ങനെ ഡെയിലി കുളിക്കുന്നതല്ല, ഡെയിലി തല നനയ്ക്കുന്നവരാണെങ്കിൽ ഇനിയിപ്പോൾ അതിന് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡെയിലി തല നനയ്ക്കുന്നവരാണെങ്കിൽ ഈ പ്രശ്നമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ 1-2 തല നനയ്ക്കുന്നത്, അതുകൊണ്ടാണ് ആ പ്രശ്നം വന്നത്. അപ്പോൾ കൂടുതലും നമുക്ക് എഫക്റ്റീവായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓവർനൈറ്റ്, അത് മസ്റ്റാണ്. അതാണെങ്കിൽ നമ്മൾ ഓവർനൈറ്റ് ദിവസം നമ്മൾ അത് വാഷ് ചെയ്ത് കളയുമ്പം അത്ര നേരം നമ്മുടെ തലയിരിക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണ അതിൻ്റെ കൂടെ യൂസ് ചെയ്യാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഓവർനൈറ്റ് വെക്കുക, പിറ്റേ ദിവസം നമ്മൾ 1 മണിക്കൂർ മുമ്പ് ഞാൻ എണ്ണ തേക്കും, പിന്നെ ഫുള്ള് വാഷ് ഔട്ട് ചെയ്ത് ഷാമ്പൂ ഇട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയും. ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഡാൻഡ്രഫ് കൂടും, ഹെയർ ഫോള് കൂടും. പിന്നെ ഇത് ഡാൻഡ്രഫിനും ഹെയർ ഫോളിനും നല്ലതാണ്, പക്ഷേ ഒരു പരിധി വരെ നമുക്കിത് ഹെൽപ്ഫുള്ളാവും. കംപ്ലീറ്റ്ലി പോകുമെന്ന് ഞാൻ പറയില്ല. കംപ്ലീറ്റ്ലി പോകണമെങ്കിൽ നമുക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലയെന്ന് കൺഫേം ചെയ്യണം. കാരണം എനിക്ക് തൈറോയ്ഡ് ഉണ്ട്, സോ അതുകൊണ്ട് എനിക്ക് മുടി കൊഴിച്ചിൽ നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഇതും കൊണ്ട് മുടി കൊഴിച്ചിലൊന്നും നിർത്താൻ പറ്റില്ല. ആദ്യം നമ്മൾ അതിന് മെഡിസിൻ കഴിച്ചാൽ അത് കുറച്ചാൽ മാത്രമാണ് നമുക്ക് ഇതുപോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ സംഭവം അടിപൊളിയാണ്, നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ തുറക്കുക, ഇത് ഓൺ ഓഫും ചെയ്യുക, നമ്മൾ സ്കാൽപ്പിൽ നല്ലോണം തേച്ച് വയ്ക്കുക. പിന്നെ നിങ്ങൾ ഒരിക്കലും നമ്മുടെ കണ്ണിലൊന്നും പെടാതെ പറ്റുക. ഞാൻ ഫസ്റ്റ് യൂസിൽ തന്നെ എൻ്റെ കണ്ണിൽ പോയി, അത്യാവശ്യം നല്ലൊരു ചെറിയൊരു നീറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരതിനകത്ത് പറയുന്നുണ്ട് കണ്ണിനടിക്കാതിരിക്കണം എന്നൊക്കെ, ശ്രദ്ധിക്കണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനത് ശ്രദ്ധിച്ചു. ഏത് പ്രോഡക്റ്റ് ആയാലും നമ്മൾ കണ്ണിൽ പോകാതിരിക്കാനാണ് ഏറ്റവും നല്ലത്. പക്ഷേ അത്ര അടുത്ത് വെച്ച് അടിക്കുക എന്ന് വെച്ചാൽ ഇത്ര അകലെ വെച്ച് അടിച്ച് നമ്മൾ സെറ്റാക്കാം കേട്ടോ, അങ്ങനൊരു കാര്യം. പിന്നെ അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്, അത്യാവശ്യം ഹൈപ്പുള്ള പ്രോഡക്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരും ട്രൈ ചെയ്ത് നോക്കി എനിക്ക് അങ്ങനെ കിട്ടിയില്ല ഇങ്ങനെ കിട്ടിയില്ല എന്നൊന്നും പറയരുത്. പിന്നെ നിങ്ങളിത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഷെയർ ചെയ്യുക കേട്ടോ, എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. വേറെ ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല, നിങ്ങളിതിൻ്റെ യൂസേജ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ വേറൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, ഇത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ചെറിയ തോതിലൊക്കെ പ്രശ്നം ഉണ്ടാവും. നമ്മുടെ പണ്ടത്തെ രീതിയിലോട്ട് എന്നുവെച്ചാൽ അതിനൊക്കെ ഓവറായിട്ട് നമ്മുടെ മുടി കൊഴിയൊന്നും ഡാൻഡ്രഫ് വരുമെന്നല്ല, ചെറിയ രീതിയിൽ വന്നു തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് കുറച്ച് മാസം 2 മാസമായിട്ട് ഞാൻ നിർത്തിയായിരുന്നു, 1 മാസമായിട്ട് ഞാൻ നിർത്തിയായിരുന്നു. കാരണം ഇത് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് അലർജി ഉള്ളതായതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ തണുപ്പുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാനത് നിർത്തിയായിരുന്നു കേട്ടോ. അപ്പം ജസ്റ്റ് എനിക്ക് ചെറിയൊരു രീതിയിൽ ഡാൻഡ്രഫൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഹെയർ ഫോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഓവറായിട്ട് ഇത് യൂസ് ചെയ്തിട്ട് കൊഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് അങ്ങനെ ഓവറായിട്ട് കൊഴിയുന്നില്ല, എത്രയാണോ കൊഴിയുന്നത് അത്രയും രീതിയിൽ തന്നെ കൊഴിയുന്നുള്ളൂ. പിന്നെ ഇച്ചിരി കൊഴിച്ചിലൊക്കെ നിന്നു. എൻ്റെ ഈ സ്കാൽപ്പിൻ്റെ ഇവിടെ അത്യാവശ്യം ഇതിനേക്കാളും നല്ല വീതിയിൽ കാണാമായിരുന്നു. ഇപ്പം അത്യാവശ്യം വീതിയൊക്കെ കുറഞ്ഞു. പിന്നെ നമുക്ക് ബേബി ഹെയർസ് വരും. നമുക്കിത് ഇതുപോലെയുള്ള കുറച്ച് ബേബി ഹെയർസ് ഞാൻ ഇവിടെയൊക്കെ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുമായിരുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കും. ബേബി ഹെയർസൊക്കെ നല്ല രീതിയിലുണ്ടാവും. ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല, നേരത്തെ ഉണ്ടായതാണ്.
അപ്പോൾ ബേബി ഹെയർസ് ഉണ്ടാവും നമുക്ക് ഇല്ലാത്ത. അപ്പോൾ എനിക്കിത് ഇവിടെയൊക്കെ നമ്മുടെ ഈ തലയുടെ പുറകിലൊക്കെ ആയിട്ട് നല്ലൊരു മുടി പോയിന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മൾ ചെറിയ ചെറിയ മുടികൾ വരും കേട്ടോ. അത് വരും, എന്തായാലും വരും. അപ്പോൾ നിങ്ങൾക്ക് മുടി എവിടെയാണോ ഇച്ചിരി കുറവുള്ള അവിടേക്ക് ഇച്ചിരി കൂടുതൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. എന്തായാലും ബേബി ഹെയർസ് ഒക്കെ വരും, അതിനെന്തായാലും ഗ്യാരണ്ടിയാണ്. മുടി അങ്ങനെ മുടിക്ക് നല്ല നീളം വെച്ച് കട്ടി വരും അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ബേബി ഹെയർസ് വരും. ബേബി ഹെയർസ് വന്നിട്ടാണല്ലോ പിന്നെ മുടികൾ ഓരോന്നായിട്ട് നമുക്ക് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ്. വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് റിവ്യൂ ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ കുറേ പേര് എന്നോട് ഇതിൻ്റെ റിവ്യൂ പേഴ്സണലി ചോദിച്ചതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത്രയും ഗ്യാപ്പ് എടുത്തു. ഞാൻ അടുത്ത ബോട്ടിൽ മേടിച്ചാൽ പോലും എനിക്ക് ഇതിൻ്റെ വീഡിയോ ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. കാരണം നമുക്ക് വീഡിയോ എടുക്കാനുള്ള സന്ദർഭവും സമയങ്ങളൊന്നും സെറ്റ് ആവാറില്ല. ഇതുപോലെ നോയ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റണം. അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. പക്ഷേ ഈ പ്രോഡക്റ്റ് അടിപൊളിയാണ്. പിന്നെ ഇതിന് അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്കിത് കിട്ടും. നമ്മുടെ പർപ്പിളിൽ അത്യാവശ്യം നല്ല അഫോർഡ്. ഞാൻ മേടിച്ചപ്പോൾ എങ്ങാണ്ട് 250 രൂപയ്ക്ക് എങ്ങാണ്ട് താഴെ 230 രൂപ എങ്ങാണ്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കുറവിൽ ഇത് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയും കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാമെന്നൊന്നും പറയില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ എന്ത് പ്രോഡക്റ്റും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ ഏത് പ്രോഡക്റ്റ് ആയാലും നമ്മൾ യൂസേജ് നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് ഞാൻ ഗ്യാരണ്ടി തരാം. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. റിവ്യൂ പറഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ. ചെറിയ വീഡിയോ ആണ്, ചെറിയൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് വന്നേക്കണതാണ്. കുറേ പേര് ചോദിച്ചുകൊണ്ട് മാത്രം ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ചോദിച്ചു നിന്നോട് ആരടി ചോദിച്ചേ, കമൻറ്റ് ബോക്സിലൊന്നും കണ്ടില്ലയോ എന്ന് ചോദിക്കും. പേഴ്സണലി കുറച്ച് പേര് ചോദിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. എന്നെ അറിയുന്ന കുറച്ച് പേഴ്സണലി ഞാൻ മേടിച്ചപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചു. അപ്പോൾ അവർക്കും കൂടി വേണ്ടി ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.